ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. ഈ സമയത്തെ നിങ്ങളുടെ എനർജി എന്താണ് എന്ന് നോക്കാം. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്ത് ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു 2-3 ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഉറക്കമളച്ച് ചെയ്ത ആ ജോലിക്കുള്ള ഫലം അത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ പറ്റി ഓർത്ത് നിങ്ങൾക്കൊരു അഭിമാനമൊക്കെ ഈ ഒരു സമയം തോന്നുമെന്നുള്ളതാണ്. അതായത് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിൽ മറ്റുള്ളവരുമായിട്ട് സഹകരിക്കാനും ജോലി ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ സ്വന്തം പ്രയത്നം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത ഒരു കാര്യം, അത് ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിമാനത്തോടു കൂടി കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങളും സപ്പോർട്ടും ഒക്കെ തീർച്ചയായിട്ടും മറ്റുള്ള വ്യക്തികൾ നൽകുന്നു എന്നാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറേ ആളുകൾ വരുമെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കാര്യം അത് നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ഒരു കുറേ അഭിനന്ദനങ്ങളൊക്കെ ഈ ഒരു സമയം, അല്ലെങ്കിൽ കുറേ അംഗീകാരങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്ന് നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പിന്നെ ഇവിടെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 6 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയാണ്. ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ നിന്നുള്ള ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടായ ആൾക്കാരായിരിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങളൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റീകണക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പണ്ട് പഠിച്ചിരുന്ന ആ സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് താമസിച്ചിരുന്ന ആ ഒരു സ്ഥലം വഴിയോ ഒക്കെ ചിലപ്പോൾ പോകുന്നുണ്ടാവാം. അപ്പോൾ അതിനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് ഈ ഒരു സമയം വരുന്നതുമാകാം. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിൽ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് പ്രണയത്തിലായിരുന്ന വ്യക്തികൾ നിങ്ങളുമായിട്ട് ചിലപ്പോൾ അവർ ബ്രേക്കപ്പായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വീണ്ടും ഒന്ന് ഒരു റീയൂണിയനുമായിട്ട് വരാനുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നതുമായിരിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഫംഗ്ഷൻ നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. കാരണം ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്.
ചിലപ്പോൾ അവരുമായിട്ട് നിങ്ങൾ പണ്ടുണ്ടായിരുന്ന കഥകളൊക്കെ പറയുന്നതുമാകാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചില ആഘോഷങ്ങളിൽ വെച്ച് അവരെ കണ്ടുമുട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിൽ അനുഭവിച്ച കുറേയധികം സന്തോഷങ്ങൾ വീണ്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് വന്നിട്ടുള്ളത് 3 ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ ഒരു സമയം എന്തെങ്കിലും ശുഭകാര്യങ്ങളിലൊക്കെ നിങ്ങൾ പങ്കെടുക്കുമെന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഒരു വിവാഹമോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ള ഒരു പാർട്ടിയിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഒരു സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു ഓഫീസ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അത്തരത്തിൽ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഈ ഒരു സമയം നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു മാരേജ് ആകാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു എൻഗേജ്മെന്റ് ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്രാജുവേഷൻ, അതുപോലെ ഒരു പ്രഗ്നൻസി ഒക്കെ അനൗൺസ് ചെയ്യാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സമയം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ റിന്യൂവലാണ്. അപ്പോൾ നിങ്ങൾ പണ്ട് ചെയ്ത കാര്യങ്ങൾ അത് ഫൊർഗീവ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ്. ഇതൊരു ജഡ്ജ്മെന്റ് കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന ഒരു സമയമാണ്. ഒരു പുതിയ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പോകേണ്ട ഒരു സമയമായി എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് വരുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിനൊരു ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ട്. അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ഹാർട്ട് ചക്രയൊക്കെ ഹീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ഈ സമയം നിങ്ങൾക്ക് കിട്ടുന്നതായും കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 9 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ വന്ന് ചേരുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾക്ക് പൈസയ്ക്കൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത സമയമാണ്. അതുപോലെ ഈ ഒരു സമയം പൈസ സംബന്ധമായി ഒരു അത്യാവശ്യ കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആർക്കെങ്കിലും കൊടുക്കേണ്ട ഒരു പൈസ ആയിരിക്കാം അത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഈ സമയം ചിലപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ സഹായിച്ച് ആ ഒരു കാര്യം നടക്കുമെന്നുള്ളതാണ്. കാരണം നമുക്ക് ബോട്ടം വന്നിട്ടുണ്ടായിരുന്നത് 6 ഓഫ് പെന്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വന്നു ചേരുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനുണ്ടാവാം, അല്ലെങ്കിൽ ഒരു ലോൺ അടയ്ക്കുന്നതാവാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ഒരു കാര്യമാവാം. അപ്പോൾ അങ്ങനെ എന്ത് തന്നെ ആയാലും ആ പൈസ നിങ്ങളുടെ കൈകളിലെത്തി നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം പൈസ ഈ ഒരു സമയം കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളുടെ കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അത് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമാകാം. അതായത് നിങ്ങൾ ഡ്രസ്സ് എടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ വാങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് നല്ലൊരു ഫോൺ വാങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്കതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നതാവാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വാങ്ങും എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് കൂടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പൈസ ചിലവാക്കുന്നുണ്ടാവാം. ചില ആൾക്കാർ ചിലപ്പോൾ നല്ലൊരു വണ്ടി വാങ്ങുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും
നിങ്ങൾ വളരെ പ്രൗഡായിട്ട്, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് സ്വയം നിങ്ങൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഈ ഒരു സമയം നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എംപ്രസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ വ്യക്തിത്വത്തിലുമൊക്കെ വിശ്വസിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കുമുള്ള എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങൾക്കുള്ളത്. അതായത് ധാരാളം പൈസ നിങ്ങളിലേക്ക് വരാനുള്ളൊരു സാധ്യതയാണ്. കാരണം ഇവിടെ 9 ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നല്ല ജീവിത സാഹചര്യത്തിൽ ജീവിക്കാനുള്ള സാഹചര്യമുള്ള ആൾക്കാരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ ഇവിടെ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നതാവാം. അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കതിന് സാധിക്കൂ എന്ന് ചിലപ്പോൾ വിചാരിക്കുന്നതാവാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് മാറ്റിക്കളയണം എന്നുള്ളതാണ്. നിങ്ങളുടെ ഇത്തരം ചിന്തകളൊക്കെ നിങ്ങളൊന്ന് മാറ്റിക്കളയുക എന്നുള്ളതാണ്. അതിനുള്ള സാഹചര്യം അത് തീർച്ചയായിട്ടും അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കുറേ ആൾക്കാർക്ക് ഇവിടെ പുതിയ പുതിയ ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഇവിടെ എംപ്രസും 9 ഓഫ് പെൻറ്റക്കിൾസും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി നല്ലൊരു നിലയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ വൈസ് കൗൺസിലറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയം നിങ്ങൾ സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് നിങ്ങൾ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലും മെഡിറ്റേഷൻ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഹീലിങ്ങിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഈ സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ സമയം ഡിവൈൻ ഹെൽപ്പ് നന്നായിട്ട് കിട്ടുമെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷനൊക്കെ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഡിവൈനായിട്ടൊരു ഹെൽപ്പ് നിങ്ങൾക്ക് തരുമെന്നുള്ളതാണ്. അതുമാത്രമല്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആ ഒരു ഉത്തരം തീർച്ചയായിട്ടും ഈ ഒരു സമയം ദൈവം നിങ്ങൾക്ക് തരുന്നുണ്ട്. ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ ഒരുപാട് ചോയ്സ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം ഈ ഒരു സമയം നിങ്ങൾ തിരഞ്ഞെടുക്കാനാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഹൈറഫൻറ്റിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ സമയം നിങ്ങളൊരു ഗൈഡൻസ് ഒക്കെ എടുക്കുന്ന ഒരു എനർജിയും ഉണ്ട്. ചിലപ്പോൾ ആരിൽ നിന്നെങ്കിലും, അതായത് ഒരു ടാറോയോ അല്ലെങ്കിൽ ഒരു അസ്ട്രോളജിയോ അങ്ങനെയുള്ളൊരു കാര്യത്തിൽ നിന്ന് ഒരു ഗൈഡൻസ് നിങ്ങൾ എടുക്കാനുള്ളൊരു സാധ്യതയാണ് കാണാൻ കഴിയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൈഡൻസ് എടുക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹിക്കുന്നതുമായിരിക്കാം. പിന്നെ ചില സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു ആഗ്രഹം, ആകാംക്ഷ, അല്ലെങ്കിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാനും പഠിക്കാനും ഒക്കെയുള്ളൊരു ആകാംക്ഷ ഈ സമയം നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. ഇത് കൂടുതലും നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചീറ്റിംഗ് ഒക്കെ കിട്ടിയ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ട്രാപ്പിലൊക്കെ പെട്ടുപോയി നിങ്ങൾ കുറേ കാലം കൊണ്ട് മറ്റുള്ളവരുടെ കൺട്രോളിലൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ തീരുമാനിച്ച് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയൊരു എനർജിയാണ്. നിങ്ങളായി തീർന്നൊരു എനർജി. നിങ്ങളുടെ സന്തോഷങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടത്തിനുമൊക്കെ വില കൽപ്പിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷനോടുകൂടി നിങ്ങൾ അവിടെ നിന്നും പുറത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം പുറത്തൊരുപാട് തടസ്സങ്ങളുണ്ട് എന്ന്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ പോലും
നിങ്ങൾക്ക് അതെല്ലാം മാറ്റാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതിൽ കുറേ ആൾക്കാർക്കും ഒരു മെൻറ്റൽ ട്രാപ്പിലൊക്കെ ഇരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം അത്തരത്തിലൊരു ചേഞ്ച് വേണമെന്ന് തീരുമാനിച്ച് അവിടെ നിന്നും പുറത്തിറങ്ങുന്നതുമാകാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വലിയൊരു ട്രാൻസ്ഫർമേഷൻ വരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾ സ്വയം ഇത്തരത്തിൽ ചിന്തിച്ച് മാറുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾക്കൊന്ന് പുറത്തിറങ്ങി പോകാനുള്ളൊരു അവസരം ഈ ഒരു സമയം ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സ്ട്രെസ്സും ടെൻഷനും ബാധ്യതകളും ഒക്കെ ഒരുപാട് നിങ്ങൾ ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും അത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരം ഈ ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ്. ശരിക്കും നിങ്ങളുടെ തോളിലുള്ള ഒരു ഭാരം നിങ്ങൾ ഇറക്കി വയ്ക്കാൻ ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കുറേ കാലമായി നിങ്ങൾ കൊണ്ടു നടന്ന ഒരു കർമ്മഫലം അത് നിങ്ങൾ റിലീസ് ചെയ്ത് കളയുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും അത് റിലീസ് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. കുറേ ആൾക്കാർക്ക് ഇതൊരു അഡിക്ഷൻ അത് എൻഡ് ആകുന്നതായിട്ടാണ്. ഇത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പിലൊക്കെയുള്ള ചില വ്യക്തികളോടുള്ള അഡിക്ഷനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അഡിക്ഷൻ ആവാം. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഇവിടെ എൻഡ് ആകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതില്ലാതെയും ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത തീർച്ചയായിട്ടും ഈ സമയം നിങ്ങൾക്ക് വരുമെന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുമെന്നുള്ളതാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് ദോഷമായിട്ടുള്ളൊരു കാര്യമായിരിക്കില്ല, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ പുറത്തേക്ക് പോകാനുള്ള വാതിലുകൾ തുറന്നു കിടപ്പുണ്ട്. അപ്പോൾ ഒരു പുതു വെളിച്ചം അത് തേടി നിങ്ങൾ ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ റെസ്റ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. ചിലപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു റെസ്റ്റുമില്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നിങ്ങൾ ഓടി നടന്ന് ചെയ്യേണ്ടി വന്നേക്കാം. കുറേ ആൾക്കാർ ഈ സമയം വളരെ ആക്റ്റീവായിരിക്കും എന്നുള്ളതാണ്. ഇതിൽ കുറേ ആൾക്കാർക്കും കുറച്ചധികം ക്ഷീണമൊക്കെ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോക്കസ് ഉണ്ടായിരിക്കും, നല്ലൊരു ശ്രദ്ധയുണ്ടായിരിക്കും. ഇതിൽ കുറേ ആൾക്കാരും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു നല്ല റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതൊരു സൗഹൃദമായിരിക്കാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളൊരു സൗഹൃദത്തിലേക്ക് പോകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു സൗഹൃദം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 6 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പാസ്റ്റിൽ നിന്നും നിങ്ങളെ തേടി വരുന്നൊരു വ്യക്തിയാകാം. തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവല് അത് വളരെയധികം കൂടുതലായിരിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഇവിടെ പ്രതീക്ഷയോടെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയ്ക്കനുസരിച്ച് തീർച്ചയായിട്ടും വർക്ക് ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ പ്രതിബന്ധങ്ങളെയൊക്കെ മാറ്റി നിങ്ങൾ വളരെ സ്പീഡിൽ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ഇവിടെ ആളുകളുണ്ട്. നിങ്ങളുടെ മനസ്സിലെ ആ ഒരു നെഗറ്റീവ് തോട്ട്സ് അതൊക്കെ ഇല്ലാതാക്കി നിങ്ങൾ ജയിച്ചു നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ട്രാൻസ്ഫർമേഷനാണ്. അപ്പോൾ ശരിക്കും പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാകുന്ന ഒരു സമയമാണിത്. നിങ്ങൾ പോലും വിചാരിക്കാത്ത ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഇതുവരെയും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത എന്തോ ഒരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കൂടിയാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും മാറൂല എന്നൊക്കെ വിചാരിച്ചൊരു കാര്യം അത് ഇവിടെ മാറി തുടങ്ങുന്ന ഒരു സമയമാണ്. ശരിക്കും നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ചേഞ്ച് അത് വളരെയധികം പോസിറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പാസ്റ്റിൽ ചിന്തിച്ച ചില കാര്യങ്ങളൊക്കെയും നിങ്ങൾ വിട്ടുകളയുന്നുണ്ട്. അതുമാത്രമല്ല ഇവിടെ
നിങ്ങൾ ചില വിശ്വാസങ്ങളിൽ നിന്നും അത് മാറി ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓൾഡ് പാറ്റേൺ അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യം, ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങൾ തുടർന്നു പോയ ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ആ ഒരു പാറ്റേൺ ഈ സമയം നിങ്ങളായിട്ടത് ബ്രേക്ക് ചെയ്യുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. അതായത് ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം, ഇതിങ്ങനെ ചെയ്താലേ ശരിയാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇത് മാത്രമേ ശരിയാവുകയുള്ളൂ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരുന്ന ആ ഒരു ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾ പൂർണ്ണമായും, അതായത് ഇതിങ്ങനെയല്ല, അങ്ങനെ ചെയ്താലും അത് ശരിയാകും എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ വേറൊരു തലത്തിൽ കൂടി നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇവിടെ എംപററാണ്. അപ്പോൾ ഇതിലൊരു ഫെമിനിയൻ മസ്കുലിൻ എനർജി ബാലൻസ് ആകുന്ന ഒരു സമയമാണ്. കാരണം ഇവിടെ എംപററും വന്നിട്ടുണ്ട്, എംപ്രസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു എംപ്രസിൽ നിങ്ങളുടെ ഫെമിനിയൻ എനർജി ആക്റ്റീവ് ആകുമ്പോൾ എംപറർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു മസ്കുലിൻ എനർജിയാണ് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ബാലൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നല്ല ബുദ്ധിപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു സമയം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അപ്പിയറൻസിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച ജോലിയൊക്കെ ലഭിച്ച് നിങ്ങൾ ആ ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു അധികാരം എത്തുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഇമോഷണൽ ആകരുത്. നമ്മുടെ മുന്നിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാം. ചിലപ്പോൾ ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്യാം. പക്ഷേ ഒരു തരത്തിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എടുക്കരുത്. അപ്പോൾ ഈ ഒരു എംപറർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ലോജിക്കൽ മൈൻഡുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു തലത്തിൽ മാത്രം കാര്യങ്ങളെ എടുക്കാൻ ശ്രമിക്കുക. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ അത് നിങ്ങൾ തിരികെ പിടിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി ഉണ്ട്. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിച്ച് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മാറ്റിവെക്കുന്ന കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ തുടങ്ങണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറേ ചോയ്സസ് ഒക്കെ ഈ ഒരു സമയം ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനൊരു സാഹചര്യം വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം. നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ തീർച്ചയായിട്ടും വരാം. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയം ഇവിടെ നിങ്ങൾ വളരെ ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളായിട്ട് നിന്നുകൊണ്ട് കൂടുതലായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയം കുറേയധികം സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 2 ഓഫ് വാൻസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല ഇതിൽ നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വയ്ക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിലൊക്കെ ഒരു പങ്കാളി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പ്രോഗ്രസ് ആണ്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും ഒരു കാര്യത്തിന് അത് തീർച്ചയായിട്ടും അതിനൊരു മാറ്റം സംഭവിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു പ്രോഗ്രസ് ഈ ഒരു സമയം നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതത്തിനൊരു മാറ്റം വരുത്തുന്നതിനുള്ള പ്ലാനിങ്ങിലാണെന്നുള്ളതാണ്. പിന്നെ ഇവിടെ 3 ഓഫ് സോർട്സിൻ്റെ ഒരു കാർഡ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഒരു വേദന അത് ഈ ഒരു സമയം ഹീലായി തുടങ്ങുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ സമയം
പാസ്റ്റിലെ ചില കാര്യങ്ങളൊക്കെ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇനി അത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്ത ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ചലഞ്ചിൽ നിന്നാണ് നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിനോടകം അങ്ങനെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച വേദനകൾ, അത് കുറേ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി എല്ലാം തിരിച്ചറിയുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏതോ ഒരു വ്യക്തിയുമായിട്ടൊരു ഉള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അത് ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു തെറ്റിദ്ധാരണ മറ്റുള്ളൊരു വ്യക്തിക്ക് മാറുന്ന ഒരു സമയം കൂടിയാണിത്. നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ മറ്റാരെങ്കിലും ഒരു ഗോസിപ്പൊക്കെ പറഞ്ഞു കൊടുത്ത് ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ ഇവിടെ മാറുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിൽക്കണമെന്ന് ഈ ഒരു സമയം നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ കടന്നു വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.